ഭാരത ബന്ദ് യഥാർത്ഥത്തിൽ കേരള ബന്ധായിട്ട് മാറി. അപ്പോൾ അതിനെക്കുറിച്ചൊരു രഹസ്യം ചോദിച്ച ഒരു കാര്യം, കേരളത്തിൽ മാത്രം ഒഴുകുന്ന ഒരു പുഴയ്ക്ക് ഭാരതപ്പുഴ എന്ന് പേരിടാമെങ്കിൽ കേരളത്തിൽ മാത്രം നടത്തുന്ന പണിമുടക്കിനോ ബന്ദിനോ ഭാരത ബന്ദ് എന്ന് പേരിട്ടുകൂടെയെന്ന്. ശരിയാണ്. അപ്പോൾ അതാണ് നടന്നേക്കുന്നത്. ഇവിടെ ഉള്ളവർക്ക് ഉള്ള ആ ഒരു രാഷ്ട്രീയ ആഭിമുഖ്യവും തൊഴിലാളി സ്നേഹവും എങ്ങുമില്ല, വേറെ ഇന്ത്യയിലെങ്ങുമില്ല. ഇവിടെയുള്ള സമരാനുകൂലികൾ എന്ന് പറയുന്നവർ ഇടതുപക്ഷം കേട്ടോ, മാർക്സിസ്റ്റുകാർ പ്രത്യേകിച്ചും, അവരും തെരുവിലിറങ്ങുന്നൊക്കെ DYFIക്കാർ, അവർക്ക് യഥാർത്ഥത്തിലുണ്ടല്ലോ തൊഴിലാളികളോട് എന്ത് സ്നേഹമാണെന്നറിയാമോ? നമുക്ക് അറിഞ്ഞൂടെ ഇവരുടെ ആ സ്നേഹം നമുക്ക് മനസ്സിലാകത്തില്ല. ഈ സമരം നടത്തുമ്പോൾ, അതായത് ഇതുപോലുള്ള പണിമുടക്ക് നടത്തുമ്പോൾ, ഈ ഓൺലൈൻ വ്യാപാരങ്ങൾക്ക് യാതൊരു തടസ്സവും ഇല്ല. കാരണം ഇപ്പോൾ ഫ്ലിപ്കാർട്ട്, അതല്ലെന്നുണ്ടെങ്കിൽ ആമസോൺ, ഇതിനകത്തൊക്കെ നമുക്ക് ഓർഡർ ചെയ്യുന്നതിന് ഈ സമരം പണിമുടക്ക് യാതൊരു തടസ്സവും സൃഷ്ടിക്കത്തില്ല. അവർക്ക് യാതൊരു പ്രശ്നമുള്ളതല്ല. പിന്നെ നല്ല കമ്പനിയിലൊക്കെ ജോലി ചെയ്യുന്നവർക്ക് കേട്ടോ, വലിയ വൻകിട സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവർക്കൊക്കെ, അവർക്കൊക്കെ ഇങ്ങനെ ഉള്ളപ്പോൾ നിങ്ങൾ ഓഫീസിലോട്ട് വരണ്ട, അവർക്കൊക്കെ ലാപ്ടോപ്പ് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ വീട്ടിൽ ഇരുന്നിട്ട് വർക്ക് ഫ്രം ഹോം, വീട്ടിൽ ഇരുന്ന് ജോലി ചെയ്താൽ മതി. അപ്പോൾ അവർക്ക് അടി കൊള്ളണ്ട, പുറത്തിറങ്ങണ്ട. ഇത് ജോലി ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ സംഭവം എന്നറിയോ? ആദ്യമേ പറഞ്ഞു ഡയസ്നോൺ ബാധകമാണ്. അതായത് അവിടെ ചെന്നില്ലെങ്കിൽ എന്തിനാണെന്നറിയോ? ഈ നാട്ടുകാരെ, ഈ ജോലിക്കാരെ അടികൊള്ളിപ്പിക്കാനാണ് ഈ സർക്കാർ ചെയ്തേക്കുന്നത്. ഈ ഡയസ്നോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സർക്കാർ ഉദ്യോഗസ്ഥർ കഷ്ടിച്ച് അവരുടെ ബഡ്ജറ്റിൽ നിർക്കണമെന്നുണ്ടെങ്കിൽ അവർക്ക് ഒരു ദിവസത്തെ ശമ്പളം കിട്ടിയില്ലെങ്കിൽ അവർക്ക് ബുദ്ധിമുട്ടാണ്. ഒരുപാട് കമ്മിറ്റ്മെൻറ്റ്സ് ഉണ്ടാവും. കുട്ടികളെ പഠിപ്പിക്കണം, അതേപോലെ തന്നെ അവർക്ക് ലോണുകളൊക്കെ പലതും അടച്ചു തീർക്കാനുണ്ട്, വീട്ടു ചെലവുകൾ, വീടിൻ്റെ ബിൽഡിങ്, അതൊക്കെ കെട്ടണം. മിക്കവാറും ആളുകൾ ലോണും ഒക്കെ എടുത്ത് പണിയുന്നതാണ്, അതൊക്കെ അടച്ചു തീർക്കണം. ഇതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അവസാനം എല്ലാം കൂടെ ആകുമ്പോൾ അവസാനം ഇതെല്ലാം നോക്കിക്കഴിഞ്ഞാൽ 0 അവരുടെ ബാലൻസ് മാസം. അത് ഒരു ദിവസം ശമ്പളം ഇല്ലെങ്കിലോ ബുദ്ധിമുട്ടാണ്. അപ്പം ഡയസ്നോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെങ്ങനെയെങ്കിലും ഇറങ്ങും, കൂടെയും പിടിച്ചുകൊണ്ട് ഏതെങ്കിലും വിധത്തിൽ ഇറങ്ങും. ഹെൽമെറ്റ് വെച്ചുകൊണ്ട് പോകുന്നവർ വരുന്നുണ്ട്, തലയെറിഞ്ഞ് പൊളിക്കാതിരിക്കാൻ. കാരണം ദേഹത്ത് എറിയുണ്ടാലും സാരമില്ല, തലയിൽ എറിയുള്ളല്ലോ, കൊള്ളരുത് എന്ന് പറഞ്ഞ് ഇറങ്ങിയ ഷിബു എന്ന് പറയുന്ന ഒരു KSRTC ഡ്രൈവർ നമ്മൾ കണ്ടതാണ്. വേറെ മാർഗമില്ല. പിന്നെ ഇവന്മാർ ചെയ്യുന്ന അട്രോസിറ്റീസ് എന്താണ്? ഇനി ഞാൻ പറയട്ടെ, ഇതുപോലെ വർക്ക് ഫ്രം ഹോം വെക്കും ആളുകൾക്ക്, അതുപോലെ തന്നെ ഈ ഫ്ലിപ്കാർട്ട്, ആമസോൺ മുതലായവർക്ക് ഓൺലൈൻ വ്യാപാരം യാതൊരു കുഴപ്പമില്ലാതെ നടക്കും. അതിൻ്റെ എല്ലാം ബുക്കിങ്ങിനൊന്നും യാതൊരു തടസ്സവുമില്ല. ബാക്കി എല്ലാ കാര്യങ്ങളും നേരെ നടന്നു പോകും. പക്ഷേ ഈ അൾട്ടിമേറ്റ്ലി അവസാനമായിട്ട് ഇത് ബാധിക്കുന്ന ആരെയാണെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കോളൂ. ഈ തെരുവിലിരിക്കുന്ന പാവപ്പെട്ട കച്ചവടക്കാരുണ്ടല്ലോ, അവന്മാരെ എടുത്തിട്ട് അടിക്കും. കാരണം അവർ കച്ചവടം നടത്താൻ പാടില്ല. നീയൊക്കെ കച്ചവടം ചെയ്യണ്ട. ഇന്നലെ ഒരു മീൻ കച്ചവടക്കാരൻ കച്ചവടം ചെയ്യുന്നുണ്ട് കേട്ടോ, അയാൾ കുറേ ആളുകൾ വാങ്ങാൻ നിൽപ്പുണ്ട്. അതിനിടയിൽ സമരം ആളുകൾ ഇങ്ങോട്ട് വന്ന് നിന്നെ ശരിയാക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുത്തം ഘോരഘോരം പ്രസംഗിക്കുന്നു കേട്ടോ. അവിടെ നിന്ന് ഇവനൊക്കെ ശരീരം അനങ്ങി ജോലി ചെയ്യുന്നവനല്ല ഈ കടയടപ്പിക്കാൻ നടക്കുന്ന ഈ വായി നോക്കികള്. ഇവര് ചെയ്യുന്ന പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നിട്ട് പറയാ, ഇതിനകത്ത് മണ്ണെണ്ണ ഒഴിക്കും മീനിനകത്ത്. അവന്റെ തന്ത ഉണ്ടാക്കി വെച്ചാണോ മണ്ണെണ്ണ ഒഴിക്കാൻ ഈ മീനിനകത്ത്? അവൻ കഷ്ടപ്പെട്ട് കൊണ്ടുവന്ന മത്സ്യമാണ്, ജനങ്ങൾക്ക് കൊടുക്കാനാണ്. അതിൽ നിന്ന് വിറ്റ് കിട്ടുന്ന ലാഭം എന്താന്ന് വെച്ചാൽ അത് അയാളുടെ ആകെ വരുമാന മാർഗം. അതിനകത്ത് മണ്ണെണ്ണ ഒഴിക്കും പോലും. ഇതൊക്കെ പറയുന്നവനെ ഇവനൊക്കെ ആരാ ഈ തെരുവിലിറങ്ങി ഇതേപോലെ ഈ കൊള്ള നടത്താനും ലഹള നടത്താനും അനുവാദം കൊടുക്കുന്നത്? അപ്പം നമ്മൾ കണ്ടല്ലോ, ഈ യൂണിവേഴ്സിറ്റികളിലൊക്കെ നടക്കുന്ന സമരം നമ്മൾ കണ്ടു കേട്ടോ. SFI കുഞ്ഞുങ്ങളോട് പോലീസുകാർക്ക് വേറെ പ്രശ്നമൊന്നുമില്ല. അവർക്ക് ഈ ബാരിക്കേഡൊക്കെ വയ്ക്കും, അതിൻ്റെ മുകളിലൂടെ യഥേഷ്ടം കയറി, അത് ഇച്ചിരി ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ഇതിൽ കയറി ഇറങ്ങണം, അത്രേ ഉള്ളൂ. അവരതിൽ കയറി ഇറങ്ങുന്നുണ്ട്, ഒരു കാര്യവുമില്ല. എന്നിട്ട് പോലീസുകാരുടെ ഇന്ന് ലാത്തി പിടിച്ചു പറിച്ച് പോലീസുകാരെ അടിക്കാൻ പോകുന്ന അന്നേരം സഖാവേ അടിക്കല്ലേ എന്ന് തൊഴുത് പോലീസുകാർ അവരുടെ അടുത്ത് പറയാ, എന്ത് സ്നേഹമാണെന്നറിയാം SFI കുഞ്ഞുങ്ങളുടെ അടുത്ത്. ഇത് കണ്ടുകൊണ്ട് KSC കുഞ്ഞുങ്ങളെ ഇറങ്ങരുത് കേട്ടോ, അവന്മാർ നിന്റെയൊക്കെ നാട്ടിൽ അടിച്ചൊടിക്കും. അതാണ് കാര്യം. അപ്പം ഇത് നമ്മൾ കാണുന്നതാണ്. ഇതാണ് ഇന്ന് നാട്ടിൽ നടക്കുന്നത്, കൊള്ളരുതായ്മ എന്ന് പറയുന്ന, അതായത് നടക്കുന്നത് ഇടതുപക്ഷത്തിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന, ഇടതുപക്ഷം എന്ന് പറയുന്നത് ഞാൻ പറയുന്നത് യഥാർത്ഥ CPM-ന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ ആഭാസം ഉണ്ടല്ലോ തെരുവിൽ നടക്കുന്നത്, അത് കണ്ണു തുറന്ന് കാണണം സർക്കാർ.
മാത്രമല്ല, നിങ്ങൾ ഡൈസ് പ്രഖ്യാപിച്ചപ്പോൾ ഈ പാവങ്ങളെ, ഈ ജീവനക്കാർ വെളിയിലിറങ്ങി വരും, അവർക്ക് ജോലി ചെയ്യണം. കാരണം അവർക്ക് വന്ന ആചാര ബുക്കിൽ ഒപ്പിട്ടിട്ട് അവർക്ക് പോകണം. അത് അല്ലെങ്കിൽ എന്താണെന്നറിയോ, അവർക്ക് ഒരു ദിവസം ശമ്പളം നഷ്ടപ്പെടും. അതുകൊണ്ട് ഇവരെ ഇറക്കി വിടുന്നു. ഇറക്കി വിട്ടിട്ട് ഇവന്മാരെ അടുപ്പിക്കാനാണ്, ഇവരെ ശരിക്കും ഉപദ്രവിപ്പിക്കാൻ വേണ്ടിയാണ് ഇത് ചെയ്തേക്കുന്നത്. കാരണം അതിന് ഗുണ്ടകളെ ഇറക്കി വിട്ടേക്കാണ്. ഇതാണ് ഈ ഡൈസ് പ്രഖ്യാപിച്ചതിലൂടെ സർക്കാർ ചെയ്ത ഒരു കാര്യം. ഇനി ഞാൻ ഈ പറഞ്ഞ പോലെ തെരുവ് കച്ചവടക്കാർ കേട്ടോ, അന്നന്ന് കച്ചവടം ചെയ്ത് കഴിയുന്നവർ, ലോട്ടറി കച്ചവടം, ഇതൊക്കെ കൊണ്ട് നടക്കുന്ന പാവങ്ങൾ, അവരെയൊക്കെ ഉപദ്രവിക്കുക, അതൊന്നും ചെയ്യാൻ പാടില്ല. ചുമടെടുക്കുന്നവർക്ക് അവർക്ക് തൊഴിലുണ്ടോ? എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ആശുപത്രി പോകേണ്ട അത്യാവശ്യമുള്ള ആളുകൾ അവരുടെ വണ്ടി തടയല്ലേ? അത് ആശുപത്രി പോകുന്ന ആരാന്ന് പോലുമില്ല ഇവന്മാർക്ക്. ഒരു CPM ഒരു കൗൺസിലറുടെ വണ്ടി ആശുപത്രി പോവാണ്, കൊണ്ടുപോവുക, അതും തടഞ്ഞു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് റോഡ് ഇറങ്ങി എന്ത് ചെയ്യാനുള്ള ഒരു അധികാരം. അതാണ് ഈ ബന്ദ്, പണിമുടക്കെന്നൊക്കെ പറയുന്ന ഈ ആഭാസം. ഇത് ലോകത്തെവിടെങ്കിലും നിങ്ങൾക്ക് കാണാൻ കിട്ടും. ഞാൻ ലോകത്ത് ഒരുപാട് രാഷ്ട്രങ്ങളിൽ പോയിട്ടുള്ളവനാണ്. ഞാൻ ഇതുപോലുള്ള ഈ വൃത്തികേട് വേറെ എങ്ങും കണ്ടിട്ടില്ല, നമ്മുടെ കേരളത്തിലല്ലാതെ. ഇന്ത്യയെ പോലും കാണാൻ കിട്ടത്തില്ല, പിന്നല്ലേ കേരളത്തിൽ എന്ന് ഞാൻ പറഞ്ഞു. കേരളത്തിലല്ലാതെ വേറെ എങ്ങും ഇതുപോലുള്ള ഈ ആഭാസം കാണാൻ കിട്ടത്തില്ല. ഇതേപോലെ കയറൂരി വിട്ടേക്കുക കുറേ ഗുണ്ടകളെ. അതാണ് ഈ നടക്കുന്നത്. അവന്മാർക്ക് ആരെ എന്തും ചെയ്യാം. കടയുടെ അടയ്ക്കും. ഒരു മെഡിക്കൽ സ്ഥാപനം, ഔഷധി, അത് അടപ്പിക്കുന്ന കണ്ടില്ലേ ഇന്നലെ? പോയി നിന്നിട്ട് കട തുറന്നു വെച്ചേക്കുന്നു. അടച്ചു. കാരണം അടി കൊള്ളുമല്ലോ. വർക്കലയിൽ ഒരു സ്കൂളിൽ അധ്യാപകർ പോയി, അവിടെ പറ്റത്തില്ല ജോലി ചെയ്യാൻ, കാരണം അവിടെ പൂട്ടി ഇട്ട് അവിടെ സമരാനുകൂലികളാണ് മുഴുവൻ. വലിയ ആളിക്കത്തുന്ന സ്ഥലമാണ് സമരം, വർക്കല. അപ്പോൾ അവർ അവസാനം നിവൃത്തിയില്ലാതെ അവർ തിരിച്ച് റെയിൽവേ സ്റ്റേഷൻ വന്നു, വർക്കല റെയിൽവേ സ്റ്റേഷൻ. അവർ വീട്ടിൽ പോകാനാ, അവരെ അവിടെ ഇട്ട് അടിച്ചു, വർക്കല റെയിൽവേ സ്റ്റേഷനിൽ. അതാ ഞാൻ പറഞ്ഞത്, തെരുവിൽ ഗുണ്ടായിസം അല്ലേ നടക്കുന്നേ? റോഡിലിറങ്ങി ഒരാൾക്ക് നടക്കാൻ അവകാശമില്ലേ? അതുപോലും യവന്മാർ തടയുകയാണ്. ഈ രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്ത് വൃത്തികേടാണ് നടക്കുന്നതെന്നറിയാമോ? ഇത് നാട്ടുകാർ ജനങ്ങൾ നിവൃത്തിയില്ലാതെ പുറത്തു വിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണെന്നുള്ളത് നിങ്ങൾ ഈ സമരാനുകൂലികളെ നിങ്ങളൊന്ന് തിരിച്ചറിയണം. ഇലക്ഷൻ വരാൻ പോവുകയാണ്. പക്ഷെ വേറെ കാര്യമുണ്ട്. ഇതൊക്കെ അപ്പോഴത്തേക്ക് ഏതെങ്കിലും ഒരു 100 രൂപയുടെ കിറ്റ് ഫണ്ട് കൊടുത്തെങ്കിൽ ചിലപ്പോൾ ഒരു 200 രൂപയുടെ കിറ്റ് കൊടുത്തേക്കും കേട്ടോ. ക്ഷേമ പെൻഷൻ കുടിശ്ശിക വരുത്തി വെച്ചിട്ടുണ്ട്. എന്തിനാണെന്നറിയോ? കുടിശ്ശിക തീർത്തു കൊടുക്കാൻ. അപ്പോൾ അത് കിട്ടിയല്ല, അത് മതി. ഈ രീതിയിൽ ആളുകൾ വഞ്ചിക്കപ്പെടും. അതാണ് നമ്മൾ കാണേണ്ടത്. എന്നിട്ട് അതിൻ്റെ പേരും പറഞ്ഞ് വോട്ട് വാങ്ങിക്കും. ഇതാണ് നടക്കാൻ പോകുന്നത്. ഇനി ഇവർ ഒരു തവണയും കൂടെ കേരളത്തിൽ വരാനിടയായാൽ യഥാർത്ഥത്തിൽ ബംഗാളിൽ സംഭവിച്ച എന്താണെന്ന് അറിയാമല്ലോ. അത് നിങ്ങൾ തന്നെ തിരിച്ചറിയണം. യഥാർത്ഥത്തിൽ നിങ്ങൾ തന്നെ ഈ ഇത് തിരിച്ചറിഞ്ഞിട്ട് ഇങ്ങനെയുള്ള ആഭാസങ്ങൾ അങ്ങ് നിർത്തുക വേണ്ടത്. നന്നായില്ലെങ്കിലുണ്ടല്ലോ, നിങ്ങളെ ഒരിക്കലും ജനങ്ങൾ ഇവിടേക്ക് കൊണ്ടുവരത്തില്ല. അത് നിങ്ങൾ ചിന്തിക്കണം. ഇത് ഇങ്ങനെയാണോ നന്നാവുന്നത്? ഈ പാവങ്ങൾ ചുമട്ട് തൊഴിലാളികൾ അവരനുഭവിച്ചു, അവർ പട്ടിണിയായി. കാരണം ഇന്നലെ അവർക്ക് ജോലി ചെയ്യാൻ ഒക്കത്തില്ലല്ലോ, ഒരു മാർഗവുമില്ല. വഴിയിൽ എത്രയോ പേര് ഇതുപോലെ ഒരു കാസർഗോഡ് നീലേശ്വരത്താണെങ്കിൽ നഗരസഭയിൽ കുറേ ആളുകളെ അങ്ങ് പൂട്ടിയിട്ടു. പൂട്ടിയിട്ടിട്ട് താക്കോൽ എറിഞ്ഞു കളയുന്ന സ്ഥലമുണ്ട്. പൂട്ടും, എന്നിട്ട് ആ താക്കോൽ എറിഞ്ഞു കളഞ്ഞിട്ട് പോകും, അതിനകത്ത് കിടന്നോണം. എന്ത് കഷ്ടമാണെന്ന് ആലോചിച്ച് നോക്കൂ ഇതൊക്കെ ചെയ്യുന്നത്. ഇത് എത്ര രൂപയുടെ നഷ്ടം ഗവൺമെൻറ്റിനുണ്ടാവും, അതുപോലും ചിന്തിക്കണം. പക്ഷേ ഗവൺമെൻറ് ലാഭം ഉണ്ടാക്കാനാണ് ഈ ഡൈസ് ലോൺ പറയുന്നത്. പിന്നെ അത് ഇടതുപക്ഷ സംഘടനകൾ ആഹ്വാനം ചെയ്തതല്ലേ. അതുകൊണ്ട് ഇനി അതങ്ങ് മാറ്റി കൊടുക്കും കുറെ കഴിയുമ്പോൾ. കാരണം അടി കൊള്ളാനുള്ളവനെല്ലാം കിട്ടിയല്ലോ. ഒരുപാട് പേരെ റോഡിൽ എടുത്തിട്ട് അടിച്ചു. എന്തിനാ അടിക്കുന്നതെന്ന് യവന്മായി അടിക്കുന്നവന്മാർക്കും അറിഞ്ഞൂടാ, ഈ അടി കൊള്ളുന്നവർക്കും അറിഞ്ഞൂടാ. അത് പണ്ട് നവകേരള സദസ്സ് നടത്തില്ലേ, അതിന് തുല്യമായിട്ടാണ് ഈ പണിമുടക്ക് ഇപ്പം നടന്നത്. കാണുന്നവനെ എല്ലാം എടുത്തിട്ട് അടിക്കുക. ഇതാണ് നടന്നേക്കുന്നത്. ആർക്കും ആരെയും അടിക്കാനുള്ള അധികാരം കൊടുത്തിട്ടുണ്ട് റോഡിൽ. അതാണ് ഞാൻ പറഞ്ഞത്. ഇതൊക്കെ ഉണ്ടല്ലോ, വലിയ തോന്നിവാസമാണ് നടക്കുന്നത്. ഞാൻ പറഞ്ഞില്ലേ, ഇന്ത്യയിലെങ്ങും ഇല്ലാത്ത ഒരു പണിമുടക്കും ബന്ധം കേരളത്തിനുണ്ടായി. തമിഴ്നാട്ടിൽ ഞാൻ രാവിലെ ചെന്നൈയിലെ വാർത്തയൊക്കെ കണ്ട്, യാതൊരു കുഴപ്പമില്ലാതെ എല്ലാ ദിവസവും പോലെ അവിടെ എല്ലാ വാഹനങ്ങളും ഓടി, എല്ലാ കടകളും തുറന്നിരിക്കുന്നു, തട്ടുകടക്കാർ പോലും അവിടെ കച്ചവടം നടത്തുന്നു. ഒരു പ്രശ്നവും അവർക്ക്. ഉന്തുവണ്ടിയിൽ കച്ചവടം നടത്തിക്കൊണ്ട് നടക്കുന്നു, അവർ നടത്തുന്നു, യാതൊരു കുഴപ്പമില്ല അവർക്ക്. ഭയന്നേ ആളുകൾക്ക് ഇവിടെ ജീവിക്കാൻ പറ്റുള്ളൂ. ആ ഒരു സ്ഥിതിവിശേഷം നിങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഇവിടെ എന്താകും എന്നുള്ളതിനെ കുറിച്ച്
എനിക്കൊരു ഊഹവും ഇല്ല. ദൈനംദിനം ജോലി ചെയ്ത് കഴിയുന്ന പട്ടിണി പാവങ്ങളാണ് ഇതുമൂലം കഷ്ടപ്പെടുന്നത്. പണക്കാർക്ക് ആർക്കും ഒരു ബുദ്ധിമുട്ടുമില്ല. അവർ സസുഖം വീട്ടിലിരിക്കും, വീട്ടിലിരുന്ന് ജോലി ചെയ്യും, അല്ലെങ്കിൽ അവർ വ്യാപാരം നടത്തും, യാതൊരു തകരാറുമില്ല.